ഈ ഓവർ ബുദ്ധിജീവികളായിട്ടുള്ളവർക്ക് പറ്റിയ സിനിമകൾ എഴുതാൻ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ സിനിമ ഒരിക്കലും ഞാൻ ഇതിൻ്റെ 100% ലോജിക്കൊക്കെ എഴുതുന്ന ആളല്ല. ഞാൻ ചിന്തിക്കുന്നത് ഒരു സീൻ എഴുതുമ്പോൾ ആ സീനിൻ്റെ ലോജിക്ക് ഇല്ലെങ്കിൽ പോലും അതിനെ പ്രേക്ഷകർക്ക് എൻ്റർടൈൻ ആവണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു യക്ഷിപ്പടം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണം അതിൽ എന്ത് ലോജിക്കാണ് എഴുതാൻ പറ്റുന്നത്? യെസ്, തീർച്ചയായും. ഇതുണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട്. ഇത് ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെയുള്ള മുന്നിലേക്ക് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയിട്ട് ഇതൊരു രക്ഷപ്പെടാൻ ചെയ്യുമ്പോൾ ഇതിന് 100% ലോജിക്ക് അങ്ങനെയില്ല. അത് ഇല്ല. ഞാൻ എൻ്റെ ഇപ്പോൾ മാളികപ്പുറം ഞാൻ ചെയ്യും മാളികപ്പുറത്തിൻ്റെ ലോജിക്ക് ഞാൻ ചോദിച്ചിട്ട് ഒരു 2 കൊച്ചു കുട്ടികൾ KSRTC ബസ്സിൽ കയറി ശബരിമലയ്ക്ക് വന്നു. ഇവർ വണ്ടിയിൽ കയറുമ്പോൾ മുതൽ ഇവരെ നോട്ട് ചെയ്യുന്ന 2-3 പേരേ ഉള്ളൂ. ബാക്കി ആരും വരെ മൈൻഡ് ചെയ്യുന്നില്ല. ഇല്ല. പക്ഷെ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ 2 കുട്ടികൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ എത്ര പേര് ഇത് ചോദ്യം ചെയ്യും? അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിനെ കണ്ടെത്താൻ ഇത്ര വലിയ പാടാണ്. അതിനെ നമ്മൾ സിനിമാറ്റിക് വേ കൊണ്ടുപോയി. അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പം അതിൽ എൻ്റെ അടുത്ത് കുറച്ച് ആൾ ചോദിച്ചിട്ടുണ്ട് പമ്പയിൽ കയറാൻ പറ്റാതെ നിൽക്കുമ്പോൾ കാട്ടിക്കൂടെ പോകുന്നു, അതെന്ത് ലോജിക്കാണ്? അപ്പം ഞാൻ പറഞ്ഞില്ല, കാട്ടിക്കൂടെ KCBയുടെ വഴിയുണ്ട്. ഞാൻ പത്തനംതിട്ടക്കാരാണ്, എനിക്കറിയാം വഴിയുണ്ട്. അവിടെ രാത്രി 2 കുട്ടികളും ഉണ്ണിമൂന്നിന് എന്തിനാ പോയെന്ന് വെച്ചാൽ അത് ചോദ്യമില്ല. അത് സിനിമാറ്റിക്കാണ്. അപ്പോൾ അവിടുത്തെ ഇതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് അയ്യപ്പനെ തൊഴിയിക്കുക, അത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ആ വഴി അയാൾക്ക് അറിയാം. പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ആ വഴി അറിയാവുന്നതുകൊണ്ട് അതിൽ പോകുന്നു. പക്ഷെ അവിടെ വെച്ച് നമുക്കൊരു ഫൈറ്റ് വേണം. ഇതിലേക്ക് എത്തിക്കാൻ അതേ ഉള്ളൂ വഴി. അല്ലാതെ നമ്മൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ കയറി പോകുമ്പോൾ ഫൈറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നോളൻ സിനിമകൾ നമ്മൾ എപ്പോഴും കാണുമ്പോൾ അതിൻ്റെ ലോജിക്ക് ഭയങ്കരമാണ്. അപ്പോൾ അതൊരിക്കലും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് കാണാൻ ഇഷ്ടമാണ്, എഴുതാൻ അറിയില്ല.